ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അനോസ് ടാംപ്ലിങ്സ് യൂട്യൂബ് ചാനൽ. അപ്പം ഗൈസ്, ഇന്ന് ഞാൻ പോവാണ് ഇങ്ങോട്ടൊന്നല്ലേ, ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോവാണ് ഗൈസ്. അപ്പം റൗച്ച ഒരു 1:30 ആയി. ഒന്നും ചെയ്തിട്ടില്ല, ഒന്ന് ഫ്രഷ് ആവണം, റെഡി ആവണം. അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്ക് പോയില്ല. അപ്പോൾ ഷൂ പുതിയതായിരിക്കും ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഒരു പുതിയ ഷൂ ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതേപോലെ എൻ്റെ ഷർട്ടൊക്കെ ഫ്രണ്ട് വാങ്ങിച്ചു തന്നായിരുന്നു, ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ അച്ചാച്ചൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ഞാനിങ്ങനെ പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ എക്സ്പ്രഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അച്ഛനിടെ ഇങ്ങനെ നിന്ന് നോക്കിയായിരുന്നു. ഫ്രണ്ട് ഉണ്ടായിരുന്നു കൊണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിക്കായിരുന്നു. 2 ബാഗ് ഉണ്ടായിരുന്നു, ഒരു ട്രോളി ബാഗും ഒരു ബാക്കിലിരുന്ന ഒരു ബാഗും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാ വണ്ടി വന്നു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. കിട്ടിയില്ലേ? എടുക്കില്ല, കട്ട് ചെയ്ത് ഒന്നും കൂടി എടുത്തോ. ആളെ കാല് പണിയാണ്, അതുകൊണ്ട് നമ്മള് വേറെ അടുത്ത ഫ്രണ്ടാക്കി വരുന്നേ. അങ്ങനത്തെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ കാറിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറങ്ങാൻ വേണ്ടിയിട്ട് സമയമായി. ബ്ലോക്കും കാര്യങ്ങളെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങിയായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കോഴിക്കോട് എയർപോർട്ട് റോഡിലെത്തി. ഇപ്പം ഏകദേശം നൈറ്റ് ഫുഡ് കഴിക്കേണ്ട സമയമുണ്ട്. നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ്. നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ലൈമിറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അജോ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? നമ്മളെ ആയിട്ടും നല്ല ഫുഡിങ്ങിലാണ്. ഇവര് ഭയങ്കര വറുത്താണ്, കാര്യമായ വറുത്താനല്ല, അവർ ഭയങ്കര ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഫ്രഷായി നേരെ എയർപോർട്ടിലേക്ക്. ഇനി ഇവിടെ നിന്ന് ആകെ 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ കേസ് നമ്മൾ എയർപോർട്ടിലെത്തി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഞാൻ തരും. അപ്പോൾ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലെത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അവരൊക്കെ ബാഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അച്ഛനൊക്കെ ബാഗ് എടുക്കുകയാണ്. അജുവിൻ്റെ പിന്നെ കാലിന് ഫുട്ബോൾ കളിക്കാൻ പോയപ്പം കാലിൻ്റെ മുട്ടിൻ്റെ ലിഗ്മെൻ്റ് ഇളകി. അങ്ങനെ 3 ആഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞത് കൊണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ടാണ് കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. അങ്ങനെ ഞാനിതാ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. ഉള്ളിൽ കയറിയതിന് ശേഷം അവർ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ വേണ്ടി ഇവർ ഉള്ളിലേക്ക് വന്നായിരുന്നു. പിന്നെ എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഇവരുടെ അടുത്തേക്ക് പോയി ഞാൻ കണ്ടു. അമ്മ ഫുള്ള് കരച്ചിലിൻ്റെ അവസ്ഥയിലായിരുന്നു. അച്ഛൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്കും വിഷമമായി. അങ്ങനെ ഞാൻ പിന്നെ ഉള്ളിലേക്ക് കയറി ഗേറ്റ് 3 അവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഗൈസ്, അതൊക്കെ എല്ലാം കഴിഞ്ഞു. നമ്മളെ ടൈമായി. അങ്ങനെ ഗേറ്റ് 3 ഉള്ളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ തവണ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു പോയത്. ഇത്തവണ പക്ഷേ സ്പൈസ് ജെറ്റാണ് ചൂസ് ചെയ്തത്. കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്പൈസ് ജെറ്റാണ് എടുത്തത്. കോഴിക്കോട് നിന്നായിരുന്നു. അങ്ങനെ ഉള്ളിൽ കയറി സീറ്റിൽ ഇരുന്നു. അത് കഴിഞ്ഞ് ദുബായിലെത്തി. അവിടുന്ന് ബാഗ് കളക്ട് ചെയ്യുന്നിടത്തേക്ക് പോകുമായിരുന്നു. അവിടുന്ന് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പോയി നോക്കുമ്പം ഞാൻ കുറച്ച് വേഗം സ്പീഡായിട്ട് വന്നതുകൊണ്ട് ലഗേജസ് ഒന്നും എത്തിയിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് നേരം ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ലഗേജൊക്കെ കിട്ടി. അങ്ങനെ പുറത്ത് വന്നപ്പോൾ ഏട്ടൻ വേണ്ട ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി
എൻ്റെ സ്റ്റേ അറേഞ്ച് ചെയ്ത് കൊടുത്തേക്ക് പോവുമായിരുന്നു. പിന്നെ പുറത്തെ വ്യൂ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നല്ല രാത്രിയായിരുന്നു. അതായത് ഇവിടുത്തെ 3:15 3:30 എങ്ങാണ്ടായി ഞങ്ങളവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ നിൽക്കണ ഒരു ഏരിയ. ഇതിൻ്റെ സ്ഥലം അൽബർഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.